Hi all, welcome to CC Bank Exams. ഞാൻ വിഷ്ണു പുഷ്പരാജ്. അപ്പോൾ നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ടിന്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. ഇവിടെ സെക്ഷൻ 49 വരെ നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. പാർട്ട് 1 പഠിച്ചു, ഇനി പാർട്ട് 2 നോക്കേണ്ടത്. ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ് പറയാണ്. All money is received by an apex society in respect of share of other society purchased from the monies in the principal share partnership fund on redemption of such share or by way of dividend or otherwise shall be credited to that fund എന്നാണ്. അതായത് ഒരു അപ്പെക്സ് സംഘത്തിന് ഗവൺമെന്റ് ക്യാഷ് കൊടുത്തിട്ടുണ്ട്, ഒരു പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് എന്ത് ചെയ്യാണ്? മറ്റ് സംഘങ്ങളുടെ ഷെയർ മേടിക്കുന്നു അല്ലേ, വേറൊരു സംഘത്തിന്റെ ഷെയർ പർച്ചേസ് ചെയ്യുന്നു, ലിമിറ്റഡ് ലയബിലിറ്റിയിൽ ഷെയർ പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഷെയർ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അറിയാം കുറേ വർഷം കഴിയുമ്പോൾ നമ്മൾ റെഡീം ചെയ്യും അല്ലേ. എന്താ പറയുക, ആ റെഡീം ചെയ്ത് കിട്ടുന്ന പണം പർച്ചേസ് ഫ്രം ദ മണീസ് ഇൻ ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഓൺ റിഡംപ്ഷൻ ഓഫ് സച്ച് ഷെയർ, ആ ഷെയർ റെഡീം ചെയ്യുന്ന സമയത്തോ, അതായത് അത് പിൻവലിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിവിഡൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫണ്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ, ഇപ്പൊ ഇങ്ങോട്ട് കിട്ടുമല്ലോ അല്ലെ. ഇപ്പൊ ഈ സംഘത്തിന്റെ ഷെയറുകൾ മേടിക്കുന്നു പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് പ്രകാരം ഉപയോഗിച്ചുകൊണ്ട് അപ്പെക്സ് സംഘം മറ്റ് സംഘങ്ങളുടെ ഷെയർ മേടിക്കുന്നു. അപ്പോൾ ആ ഷെയർ റെഡീം ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ഷെയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിവിഡൻഡ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ആ ഫണ്ട് ഒരിക്കലും അപ്പെക്സ് സംഘത്തിന്റെ ബിസിനസ്സിന് ഉപയോഗിക്കാൻ പാടില്ല. ആ പൈസ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം കേട്ടോ. ആ ഫണ്ട് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം എന്ന് ഓർത്തു. ഇനി വീണ്ടും പറയാണ്, ഓൾ സെയിം സംഭവം തന്നെ. ഓൾ മണി ഈസ് റിസീവ്ഡ് ബൈ എ സെൻട്രൽ സൊസൈറ്റി in respect of share of primary society purchased from the monies in the subsidiary state partnership fund. സെൻട്രൽ സംഘം സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് പ്രൈമറി സംഘത്തിന്റെ ഷെയർ മേടിച്ചു കഴിഞ്ഞാൽ ആ ഈ ഷെയർ നമ്മൾ റെഡീം ചെയ്യും. ഷെയർ റെഡീം ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിവിഡൻഡോ മറ്റെന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ആ ഫണ്ട് എന്താണ്, ഈ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് തന്നെ വരവ് വെക്കണം. ഓക്കെ, റിഡംഷൻ ഓഫ് സച്ച് ഷെയർ ഓർ ബൈ വേ ഓഫ് ഡിവിഡൻഡ്, ഷെയർ റിഡീം ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഡിവിഡൻഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫണ്ട് അതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഷാൾ ബി ഫസ്റ്റ് ഇൻസ്റ്റൻസ് ബി ക്രെഡിറ്റഡ് ടു ദാറ്റ് ഫണ്ട്. നമ്മൾ ആ ഫണ്ട് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ട്രാൻസ്ഫേർഡ് ടു ദ അപ്പെക്സ് സൊസൈറ്റി. പിന്നീട് എന്ത് ചെയ്യണം, ഈ സെൻട്രൽ സംഘം അപ്പെക്സ് സംഘത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലെ, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. വിച്ച് ഷാൾ ക്രെഡിറ്റ് ദം ടു ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ആ ഫണ്ട് എന്ത് ചെയ്യും, അപ്പെക്സ് സംഘം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യുന്ന നോക്കുക. അതുകൊണ്ട് ഇവർ എടുത്തു പറയണം, എനി എമൗണ്ട് ടു ദ ക്രെഡിറ്റ് ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഓർ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് and the investment thereof shall not form part of the asset or liability of the apex society or central society as the case may be. ഇപ്പോൾ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പണം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ച് എന്തെങ്കിലും പണം സെൻട്രൽ സംഘത്തിന് കിട്ടുകയാണെങ്കിൽ അതൊന്നും അവരുടെ ബിസിനസ്സിൽ ഉപയോഗിക്കാൻ പാടില്ല. അതെല്ലാം തനത് ആ ഫണ്ടിലേക്ക് തന്നെ ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനിയും പറയാണ് 51, ഡിസ്പോസൽ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആൻഡ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. അതായത് ഗവൺമെന്റ് 43 പ്രകാരം അപ്പെക്സ് സംഘത്തിന് പൈസ കൊടുക്കുന്നു അല്ലെ, അപ്പെക്സ് സംഘത്തിന് പൈസ കൊടുക്കുന്നു. ആ അപ്പെക്സ് സംഘം അതുകൊണ്ട് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് രൂപീകരിക്കുന്നു അല്ലെ. ഗവൺമെന്റ് സെക്ഷൻ 43 പ്രകാരം അപ്പെക്സ് സംഘത്തിന് പൈസ കൊടുക്കുന്നു, ഇവർ 44 പ്രകാരം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് രൂപീകരിക്കുന്നു. ഇവിടെ നമ്മൾ ഓർക്കുക, ഈ അപ്പെക്സ് സംഘം ഇവര് ഷെയർ മേടുന്ന കാര്യമല്ല പറയുക, ഈ അപ്പെക്സ് സംഘം വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെ, ഇഫ് ആൻ അപ്പെക്സ് സൊസൈറ്റി which has established a principal state partnership fund. അപ്പം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത അപ്പെക്സ് സംഘം അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിസോൾവ് ആകുകയാണെങ്കിൽ എന്താണ്, ഓൾ മണീസ് ടു ദ ക്രെഡിറ്റ് ഓർ പേബിൾ ടു ദാറ്റ് ഫണ്ട് ഷാൾ ബി പെയ്ഡ് ടു ദ ഗവൺമെന്റ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഇവരൊരു 1 lakh ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക, അപ്പെക്സ് സംഘത്തിന് കൊടുക്കുന്നു, അപ്പെക്സ് സംഘം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് രൂപീകരിക്കുന്നു. അത് വെച്ച് ഈ അപ്പെക്സ് സംഘം എന്താണ് ഡിസോൾവ് ആയി അല്ലെങ്കിൽ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ പൈസ ഗവൺമെന്റിലേക്ക് തിരിച്ചു കൊടുക്കണം. ദാറ്റ് ഫണ്ട് ഷാൾ ബി പെയ്ഡ് ടു ദ ഗവൺമെന്റ്. നമ്മൾ നേരത്തെ പഠിച്ചത് ഇവർ വേറെ ഏതെങ്കിലും സംഘത്തിന്റെ ഷെയർ മേടിച്ച് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അപ്പെക്സ് സംഘം കൊടുക്കണ്ട, പക്ഷെ ആ അപ്പെക്സ് സംഘം തന്നെ ഇല്ലാതാകുകയാണെങ്കിൽ ആ ഫണ്ട് ഗവൺമെന്റിലേക്ക് തിരിച്ചു കൊടുക്കണം എന്ന് ഓർത്ത് വെക്കുക. ആ സെയിം സംഭവം തന്നെ ഇഫ് എ സെൻട്രൽ സൊസൈറ്റി വിച്ച് ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് എ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അപ്പോൾ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് രൂപീകരിച്ചിട്ടുള്ള സെൻട്രൽ സംഘം വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അവർ നൽകാനുള്ള അല്ലെ അപ്പെക്സ് സംഘം കൊടുത്ത പണം കൊണ്ട് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് രൂപീകരിച്ച സെൻട്രൽ സംഘം വൈൻഡപ്പ് ആണെന്ന് പറയുന്നുണ്ട്. All monies to the credit or payable to that fund shall be credited or paid as the case may be to the principal state partnership fund from which it is received from the monies under clause B of subsection 2 of section 44. അപ്പം അവിടെ വിശദമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ സെൻട്രൽ സംഘമാണെങ്കിൽ ആ പൈസ എന്ത് ചെയ്യണം, അപ്പെക്സ് സംഘത്തിലേക്ക് തിരിച്ചു കൊടുത്ത് ആ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക്
തിരിച്ചു കൊടുക്കുമെന്ന് പറയുകയാണ്. ഇനി ഇവിടെ പറയുന്ന സെക്ഷൻ 52 എഗ്രിമെന്റ് ബൈ ഗവൺമെന്റ് ആൻഡ് അപ്പെക്സ് സൊസൈറ്റി. അപ്പൊ പറയാണ് the government may enter into an agreement with an apex society setting out the terms and conditions on which it shall provide money to the apex society for the purpose specified in section 43. ഇപ്പോൾ സെക്ഷൻ 43 പ്രകാരം ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ആണ് ഗവൺമെന്റ് അപ്പെക്സ് എന്നതിന് പൈസ കൊടുക്കുന്നു. അങ്ങനെ ഗവൺമെന്റ് അപ്പെക്സ് എന്നതിന് പൈസ കിട്ടുമല്ലോ. ആ സമയത്ത് ഗവൺമെന്റും അപ്പെക്സ് സംഘവും ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ട് വേണം അവിടെ ഫണ്ട് മേടിക്കാൻ. കേട്ടോ, മനസ്സിലാക്കി വെച്ചേക്കുക. ഇപ്പോൾ സെക്ഷൻ 43 പ്രകാരം ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പിൽ ഏർപ്പെടുമ്പോൾ ഗവൺമെന്റും അപ്പെക്സ് സംഘം കൂടെ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടണം എന്ന് ഓർത്ത് വെക്കുക. ഇനി അപ്പെക്സ് സംഘം സെൻട്രൽ സംഘത്തിന് പൈസ കൊടുക്കുമ്പോൾ അത് പറയുക ആൻ അപ്പെക്സ് സൊസൈറ്റി മേ വിത്ത് ദ പ്രീവിയസ് അപ്രൂവൽ ഓഫ് ദ ഗവൺമെന്റ്. അപ്പോൾ ഗവൺമെന്റിന്റെ മുൻകൂട്ടിയുള്ള അനുമതി മേടിച്ചതിന് ശേഷം മാത്രമേ അപ്പെക്സ് സംഘം താഴെയുള്ള സെൻട്രൽ സംഘത്തിന് പണം കൊടുക്കാവുള്ളൂ. അങ്ങനെ അവർ പണം കൊടുക്കുമ്പോൾ അവരും അവിടെ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടണം അല്ലേ. എൻ്റർ ഇൻ ടു ആൻ എഗ്രിമെന്റ് വിത്ത് എ സെൻട്രൽ സൊസൈറ്റി setting out the terms and conditions on which it shall provide money to that society from the principal state partnership fund or the purpose specified in clause B of subsection 2 of section 44. അപ്പം അവിടെ പൈസ കൊടുക്കുന്ന സമയത്ത് അല്ലേ, ഇപ്പം എല്ലായിടത്തും എഗ്രിമെന്റിൽ ഏർപ്പെടണം. അപ്പെക്സ് സംഘം സെൻട്രൽ സംഘത്തിന് പണം കൊടുക്കുമ്പോൾ അവിടെ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടണം. അവിടെ ആദ്യം ഗവൺമെന്റ് അനുമതി മേടിച്ച ശേഷം വേണം എഗ്രിമെന്റിൽ ഏർപ്പെട്ട് പൈസ കൊടുക്കാൻ. 43 പ്രകാരം ഗവൺമെന്റ് അപ്പെക്സ് സംഘത്തിന് പൈസ കൊടുക്കുമ്പോൾ ആ ഗവൺമെന്റും അപ്പെക്സ് സംഘവും തമ്മിൽ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടണം എന്ന് ഓർത്ത് പോകുക. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് തരാണ് വന്നത് കേരള സ്റ്റേറ്റ് നമ്മുടെ കേരള ബാങ്കിൻ്റെ അല്ലേ അതിൻ്റെ ക്ലർക്ക് ഓർ ക്യാഷിയർ പരീക്ഷയോടനുബന്ധിച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10 ദിവസം 2 മണിക്കൂർ വീതമുള്ള ലൈവ് ക്ലാസ്സുകൾ ഒക്കെ മൊഡ്യൂൾ വൈസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും. ടോട്ടൽ 20 hours ഒരു കോഴ്സ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. 4 മോഡൽ എക്സാംസും ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ബോർഡ് നമ്പർ 8921440580 നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സെക്ഷൻ 53 പറയാണ് അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇവയൊന്നും അല്ലാതെ മറ്റേതൊക്കെ രീതിയിൽ ഒരു സഹകരണ സംഘത്തിനെ ഗവൺമെന്റിനെ സഹായിക്കാം. ഒന്നാമത്തെ എന്താണ്, ഗീവ് ലോൺസ് ഓർ മേക്ക് അഡ്വാൻസസ് ടു സൊസൈറ്റി. സംഘത്തിന് ലോണോ അല്ലെങ്കിൽ അഡ്വാൻസുകളോ നൽകുക അല്ലേ. ഗവൺമെന്റ് വേണമെങ്കിൽ സംഘങ്ങൾക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ് നൽകുക. രണ്ടാമത് ഗ്യാരണ്ടി ദ റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ ദ സൊസൈറ്റി. ഇപ്പോൾ സൊസൈറ്റി ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ പ്രിൻസിപ്പൽ റീപേയ്മെന്റും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും അല്ലേ. മെച്യൂർ ആകുമ്പോൾ സംഘം പൈസ തരുന്നില്ല, അവരുടെ ആ ഒരു മുതലും പലിശയും തരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഡിബഞ്ചറിന്റെ മുതലും പലിശയും തരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തന്നുകൊള്ളാന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഒരു ഗ്യാരണ്ടി നിൽക്കാം. ഇത് കേസ് കാർഡ് ബാങ്കിന്റെ കാര്യത്തിലാണ്, അതിലേക്ക് വിശദമായി പോകുന്നില്ല, അവരുടെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ പറയാണ് ഗ്യാരണ്ടി ദ റീപേയ്മെന്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി. ഒരു സംഘത്തിന്റെ ഷെയർ ക്യാപിറ്റൽ തിരികെ നൽകിക്കൊള്ളാമെന്ന് പറഞ്ഞ ഗ്യാരണ്ടി. അപ്പം ഗവൺമെന്റ് ഗ്യാരണ്ടി നിൽക്കുമ്പോൾ ആൾക്കാർക്ക് പേടിക്കുന്ന കാര്യമില്ല, ഒരു ഫണ്ട് ഇടും, ഗവൺമെന്റ് ഗ്യാരണ്ടി ഉണ്ടല്ലോ. അതാണ് പറയുക ഗ്യാരണ്ടി ദ റീപേയ്മെന്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി ആൻഡ് ഡിവിഡൻഡ് ദെയർ ഓൺ അറ്റ് സച്ച് റേറ്റ് ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ ദ ഗവൺമെന്റ്. അപ്പോൾ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന രീതിയിൽ ഡിവിഡൻഡ് നൽകാമെന്നും ഷെയർ ക്യാപിറ്റൽ തിരികെ നൽകാമെന്നും പറഞ്ഞ് വേണമെങ്കിൽ ഗവൺമെന്റിന് ഒരു സംഘത്തിന് എന്ത് ചെയ്യാൻ ഗ്യാരണ്ടി നിൽക്കുക അല്ലേ. അതായത് സംഘം നൽകുന്നില്ലെങ്കിൽ ഗവൺമെന്റ് നൽകിക്കോളാം അല്ലേ. ഇപ്പം ഞാനൊരു സംഘത്തിൽ കൊണ്ട് ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യാണ്. അപ്പം അവിടെ ഗവൺമെന്റ് ഗ്യാരണ്ടി ഉണ്ടെന്ന് വിചാരിക്കുക. ഗവൺമെന്റ് പറയുകയാണ് ഇവർ തന്നില്ലെങ്കിൽ ഞാൻ തന്നോളാം, നമുക്ക് ഓർഡർ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ വേണമെങ്കിൽ ഗ്യാരണ്ടി നൽകാം. അടുത്താണ് ഗ്യാരണ്ടി ദ റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസ് ടു സൊസൈറ്റി. ഒരു സംഘം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സഹകരണ സംഘം ഗവൺമെന്റിനെ ഗ്യാരണ്ടി നിർത്തിക്കൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ലോൺ എടുക്കാം അല്ലേ, ലോൺസും അഡ്വാൻസുകളും എടുക്കാം. അപ്പോൾ ഗവൺമെന്റ് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല, അവരുടെ ലോൺ കൊടുക്കും. കാരണം ഇവരെ തന്നില്ലെങ്കിൽ ഗവൺമെന്റ് തരാമെന്ന് ഓൾറെഡി ഗ്യാരണ്ടി നിൽപ്പുണ്ട്. അടുത്ത പറയണം ഗ്യാരണ്ടി ദ റീപേയ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ് റിസീവ്ഡ് ബൈ സൊസൈറ്റി. ഇപ്പോൾ സൊസൈറ്റി സ്വീകരിച്ച ഡെപ്പോസിറ്റിന് ഗ്യാരണ്ടി അത് തിരികെ നൽകിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഗ്യാരണ്ടി നൽകാം. അതിന്റെ മുതലും പലിശയൊക്കെ തിരികെ നൽകിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഗ്യാരണ്ടി നൽകാം. പിന്നെ പറയാണ് ഗീവ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇൻ അതർ ഫോം ഇൻക്ലൂഡിങ് സബ്സിഡീസ് ടു എനി സൊസൈറ്റി. ഇപ്പോൾ വേണമെങ്കിൽ സബ്സിഡീസ് ഒക്കെ നൽകാം അല്ലെ, സബ്സിഡി നൽകാം, ഗവൺമെന്റിന് സംഘങ്ങൾക്ക് സബ്സിഡി നൽകാം. പിന്നെ the government may exempt any society in eligible cases considering its financial position from setting off government dues. ഇപ്പം ഒരു ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ്, സൊസൈറ്റീസിന് ലോൺ കൊടുക്കുകയാണ്. അപ്പോൾ ഈ സംഘം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ മാക്സിമം ട്രൈ ചെയ്തു അല്ലേ. എന്നിട്ട് അവർക്ക് അവിടെ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ വേണമെങ്കിൽ ഗവൺമെന്റിന് എലിജിബിൾ കേസ് ആണെങ്കിൽ കേട്ടോ, ഈ ടേം ഓർക്ക് എലിജിബിൾ കേസ് ആണെങ്കിൽ ഗവൺമെന്റിന് ഇവരെ എന്ത് ചെയ്യാം, ആ ലോൺ തിരിച്ചടക്കേണ്ടതെന്ന് ഒഴിവാക്കാം. അപ്പോൾ അടയ്ക്കണ്ട, അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഇവിടെ നിയമപരമായിട്ടുള്ള ലാസ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 54 എന്ന് പറയുന്നത്. എന്താണ് പറയുക, പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 43 to 52
ടു ഓവർ റൈഡ് അതർ ലോസ്, മറ്റ് നിയമങ്ങളെ മറികടക്കാൻ സെക്ഷൻ 43 മുതൽ 52 വരെ പറയും. നോക്കിയേ, ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 43 to 52 shall have effect notwithstanding anything inconsistent therewith contained in any other law for the time being in force. അതായത് മറ്റ് നമ്മുടെ കേരള സർക്കാരിന്റെ മറ്റ് നിയമങ്ങൾ, മറ്റ് ഇതല്ല കേസസ് ആക്ട് അല്ല, വേറെ എന്തെങ്കിലും നിയമങ്ങളിൽ ഈ നമ്മുടെ സെക്ഷൻ 43 മുതൽ 52 വരെയുള്ള കാര്യങ്ങളിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിന് വിരുദ്ധമായിട്ട്, അതിന് വിപരീതമായിട്ട് മറ്റേതെങ്കിലും നിയമങ്ങളിൽ എന്ത് തന്നെ പറഞ്ഞാലും പ്രാധാന്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിലനിൽക്കുന്നത് ഈ സെക്ഷനായിരിക്കും. കാരണം അതിനെ ഓവർ റൈഡ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഈ സെക്ഷൻ ഉണ്ടെന്നാണ് പറയുക കേട്ടോ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പഠിക്കാനുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. സോഴ്സ് ഓഫ് ഫണ്ടിലെ പ്രധാനപ്പെട്ട 2 പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരും ക്ലാസ്സസ് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.